ചരിത്രകാരനായ വിൽ ഡുറാന്റിനെ ഉദ്ധരിച്ചുകൊണ്ട് ഈ ദിനങ്ങളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞൊരു പ്രസ്താവന പലരും ഞെട്ടലോടെ കേട്ടിട്ടുണ്ടാവും. ജീസസ് ക്രൈസ്റ്റ് ഹാസ് നോ അഡ്വാൻറ്റേജ് ഓവർ ചെങ്കിസ് ഖാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ വിൽ ഡുറാന്റ് അതിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് കരുത്തു കാണിക്കണം, ശക്തി കാണിക്കണം, ബലം പ്രയോഗിക്കണം എന്നാണ്. ബലം പ്രയോഗിക്കാതെ ധാർമ്മിക ബലം കൊണ്ട് മാത്രം തിന്മയെ കീഴടക്കാനാവില്ല എന്നതാണ് ആ സ്റ്റേറ്റ്മെൻറ്റിലൂടെ വിൽ ഡ്യൂറാന്റ് ഉദ്ദേശിച്ചത്. ഇറാൻ യുദ്ധത്തിൻ്റെ വെളിച്ചത്തിൽ ശ്രീ നെതന്യാഹു പറയാൻ ശ്രമിച്ചതും അതുതന്നെ. ഇത് കാട്ടുവർഗക്കാരുടെ സംസാരമാണ്. കരുത്ത്, മൈറ്റ് ഈസ് റൈറ്റ് എന്ന് പറയുന്ന ആ പ്രസ്താവനയാണ്. മൈറ്റ് ഈസ് റൈറ്റ്. ആയുധം വേണം, യുദ്ധം വേണം, കൊല്ലണം, നശിപ്പിക്കണം, എന്നാലേ തിന്മയില്ലാതാകൂ. ഇതുവരെ നടന്ന ലോക യുദ്ധങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവ തിന്മ ഇല്ലാതാക്കിയിട്ടുണ്ടോ? കൂടുതൽ വെറുപ്പും വൈരാഗ്യവും വളർന്നു വന്നതല്ലാതെ അവ തിന്മ ഇല്ലാതാക്കിയിട്ടുണ്ടോ? എന്നാൽ യേശു ക്രിസ്തു തൻ്റെ ധാർമ്മിക ബോധത്തിൻ്റെ, ധാർമ്മിക നിലവാരത്തിൻ്റെ അത്യുച്ചയിൽ നിന്നുകൊണ്ട് സ്വന്തം ജീവൻ എല്ലാവർക്കും വേണ്ടി ത്യജിച്ചുകൊണ്ട് തിന്മയുടെ മേൽ മനുഷ്യകുലത്തിന് ശക്തിയുണ്ട് എന്ന് കാണിച്ചു തന്നു. ഈശോ കുരിശിൽ പിടഞ്ഞു മരിച്ചതുകൊണ്ട് എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുന്നവരാണ് ജീസസ് ക്രൈസ്റ്റ് ഹാസ് നോ അഡ്വാൻറ്റേജ് ഓവർ ചെങ്കിസ് ഖാൻ എന്ന് പറയുന്നത്. മറിച്ച് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന യാഥാർത്ഥ്യം, അതിനെക്കുറിച്ച് അവബോധമുള്ളവർക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് പറയാനാവില്ല. കർത്താവായ ഈശോയെ, കരുത്തിലാണ് വിജയം എന്ന തെറ്റായ ധാരണയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ പീഡാസഹന മരണ ഉത്ഥാനങ്ങൾ നൽകുന്ന സഹനങ്ങളുടെ വിജയം, എളിമയുടെ വിജയം, ധാർമ്മികതയുടെ വിജയം, അതിൽ വിശ്വസിക്കാനും അത് ജീവിക്കാനും ഞങ്ങൾക്ക് സാധിക്കട്ടെ. ആമേൻ.